ഇതാണ് നമ്മുടെ എമർജൻസി ജനറേഷനുകളിൽ വന്ന മാറ്റങ്ങൾ കണ്ടില്ലേ. ആദ്യം ട്യൂബ്, പിന്നെ യൂട്യൂബ് ട്യൂബ്, പിന്നെ LED, പിന്നെ LED, ഇപ്പോൾ ഇത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുലേറ. ടുഡേ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കാലത്തും ഇപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന എമർജൻസി ലൈറ്റുകളുടെ ജനറേഷനിൽ വന്ന മാറ്റങ്ങളാണ്. വിവിധ ജനറേഷനുകളിലായിട്ട് പല മോഡലുകളായിട്ട് വന്ന എമർജൻസി ലൈറ്റുകളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പല ആളുകളും ഈ 90കളിൽ ജനിച്ചവരൊക്കെ എന്തായാലും ഈ എല്ലാ ജനറേഷനും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ കണ്ടവരും കാണാത്തവരൊക്കെ ഒന്ന് അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. വീടുകളിൽ ഉപയോഗിക്കുന്ന എമർജൻസി ലൈറ്റുകളിൽ ആദ്യമായിട്ട് വന്ന ഒരു മോഡലാണ് ഈ കാണുന്നത്. 6 വോൾട്ട് ബാറ്ററിക്ക് 2 6 വാട്ട്സിന്റെ ഇതുപോലുള്ള ട്യൂബ് ബൾബുകളായിട്ട് വന്ന ഒരു എമർജൻസി മോഡലായിരുന്നു ഇത്. സാനിയയാണ് ഈ ഒരു മോഡല് ഇറക്കിയത്. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും ജനപ്രിയമായ ഒരു മോഡലും ഇത് തന്നെയായിരുന്നു. എന്നാൽ സാനിയന്റെ ഇങ്ങനെ ഒരു മോഡലും പിന്നെ ഇറക്കുകയുണ്ടായി. അതായത് 2 ട്യൂബും പിന്നെ മുകളില് ഒരു ബൾബുമുള്ള ഒരു മോഡല്. ഇതിന് പ്രകാശം മൊത്തമായിട്ട് പരന്നായിരുന്നു പോയിരുന്നത്. അതിനൊരു മാറ്റം എന്ന രീതിയിലാണ് ഇതുപോലെ പരന്ന പ്രകാശം പോകുന്ന ഒരു മോഡലും നീളത്തില് നമ്മളെ ടോർച്ച് രൂപത്തില് നീളത്തില് ദൂരത്തേക്ക് കാണാൻ വേണ്ടി ഒരു മോഡലും. ഇതില് സാധാ ബൾബായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അതിന് ശേഷം വന്ന അടുത്ത ജനറേഷനാണ് ഈ കാണുന്നത്. ഇത് വിൻവർത്ത് ഈ ഒരു മോഡല് ഇറക്കിയത് ട്ടാ. പ്രധാനമായിട്ടും വിൻവർത്ത് ഈ ഒരു മോഡൽ ഇറക്കിയത്. അതായത് 11 വാട്ട്സ് ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ലട്ടാ. ഇത് ഒറ്റ സിംഗിൾ ട്യൂബ് ആണെങ്കിൽ ഇത് 2 ട്യൂബ് ഒരുമിച്ചുള്ള ഒരു മോഡലായിരുന്നു. ഇതും നല്ല ജനപ്രിയമായി. വിൻവർത്ത് വിൻവർത്ത് പറഞ്ഞ കമ്പനിയായിരുന്നു ഇത് ഇറക്കിയത്. കണ്ടില്ലേ വിൻവർത്ത്. ഇതും കുറെ കാലം നമ്മുടെ നാടുകളിലൊക്കെ എല്ലാ വീടുകളിലും, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വരുന്നവരാട്ടെ ഈ ഒരു മോഡല് കൊണ്ടുവന്നിരുന്നത്. ഈ മോഡല് കുറെ കാലം ഇങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ രാജകീയമായിട്ട് നിന്നു. അന്ന് ഇൻവേർട്ടർ ഒന്നും ഇല്ലായിരുന്നല്ലോ. പിന്നീട് വന്ന മോഡലായിരുന്നു. അതും ഇറക്കിയത് ആദ്യം വിൻവർത്ത് ആണ് എന്ന് തോന്നുന്നു. അതും വിൻവർത്ത് തന്നെയാണ്. ഇതിന്റെ ശേഷം അടുത്ത ജനറേഷനായിട്ട് ഇറക്കിയൊരു മോഡലായിരുന്നു ഈ കാണുന്നത്. അതായത് കഴിഞ്ഞ ജനറേഷനിലെ ആ ഒരു ട്യൂബ്, യു ടൈപ്പ് ട്യൂബും എക്സ്ട്രാ LED ലൈറ്റും 2 സൈഡിലും LED ലൈറ്റുകളുമുള്ള ഒരു എമർജൻസി ലൈറ്റ് വിൻവർത്ത് ഇറക്കി. ഈ ഒരു വിൻവർത്തിന്റെ ഇറക്കലോട് കൂടി പിന്നീടാണ്ട് പല കമ്പനികളും ഈ ഒരു എമർജൻസി ലൈറ്റ് ഉണ്ടാക്കുന്നതിലേക്ക് വന്നു. അതോടുകൂടി ഇതിലൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ബാറ്ററി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബാറ്ററി ആയിരുന്നു കേട്ടോ. 6 വോൾട്ട് 4.5H 5Hന്റെ ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ബാറ്ററി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഈ എല്ലാ എമർജൻസി ലാമ്പുകളിലും ഈ ഒരു ബാറ്ററി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിന്നെ അതിന് ശേഷം ഈ ഒരു LED യുഗം വന്നതോടുകൂടി പിന്നെ പല കമ്പനികളും വരാൻ തുടങ്ങി. പിന്നെ വന്ന മോഡലാണ് ഈ കാണുന്നത്. അതായത് LED. ഇതിലുള്ള LED പറഞ്ഞാൽ നമ്മൾ സാധാ LED ബൾബായിരുന്നു. എന്നാൽ ഇത് അഡ്വാൻസ്ഡ് LEDകളായി മാറി. പല പ്രകാശത്തിലും വാട്ട്സിലുമുള്ള LEDകളായി. ഈ ഒരു മോഡൽ ഇറങ്ങുന്നതോടുകൂടി ഒരുപാട് മോഡൽ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് മോഡലില് LEDകൾ പിന്നെ ലാമ്പുകൾ വന്നു. അതോടുകൂടി പിന്നെ LED ഇതും വന്നു. ഏത് ഇൻവേർട്ടറുകളുടെ യുഗവുമായി. അതോടുകൂടി ഈ സംഗതി തന്നെ ഇപ്പൊ മൊത്തം ആരും ഉപയോഗിക്കാതായി. ഇപ്പോ ചെറിയ LEDകളായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഇതോടുകൂടി LED യുഗം LED എമർജൻസി ലൈറ്റ് യുഗം അവസാനിച്ചിട്ടാ. പിന്നെ ജസ്റ്റ് വന്നത് ഈ ഒരു സാധനമാണ് വന്നത്. ഇതൊക്കെ ഇതിന്റെ ഒരു വേറെ മോഡലാണ്. പക്ഷെ ഇത് തൊട്ട് പിന്നെ ഇതിന്റെ ബാറ്ററിന്റെ വലിപ്പവും ഒക്കെ ചെറുതായതോടുകൂടി പിന്നെ ഈ ഐറ്റം വരാൻ തുടങ്ങി.
ഇപ്പോൾ വീട്ടിലൊക്കെ ഇൻവേർട്ടർ വെച്ചോണ്ട് കൂടി ഈ സാധനങ്ങളൊന്നും ആരുടെയും കയ്യിലുണ്ടാവില്ല. ഇപ്പോ എമർജൻസി ആവശ്യത്തിന് ഇതാ ഈ ഒരു സാധനം പല ആളുകളുടെയും വീട്ടിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ബൾബുകള്. എന്നാൽ ഇതാണ് നമ്മുടെ എമർജൻസി ജനറേഷനുകളിൽ വന്ന മാറ്റങ്ങൾ. കണ്ടില്ലേ, ആദ്യം ട്യൂബ്, പിന്നെ യൂട്യൂബ് ട്യൂബ്, പിന്നെ LED, പിന്നെ LED, ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്താന്നൊക്കെ കമന്റ് ചെയ്യട്ടാ.